ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ശബരിമലയെക്കുറിച്ചാണ്. മണ്ഡലകാലമാണ്. ജാതി മത ഭേദമന്യേ അയ്യപ്പനെ കാണാൻ ആളുകൾ മല കയറുന്ന സമയമാണ്. അവരുടെ വ്രതനിഷ്ഠയുടെ സമയമാണ്, ശരണം വിളികളുടെ സമയമാണ്. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ വ്രതം നോറ്റ വൃശ്ചികം 1 മുതൽ അയ്യപ്പനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഭക്തിയോടും നിഷ്ഠയോടും ശബരിമലയ്ക്ക് പോയി അയ്യപ്പനെ ഒന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ ഒരുപാട് യാതനകൾ അനുഭവിച്ച് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ഒരു ചെരുപ്പ് പോലും ഇടാതെ എന്തെല്ലാം കഷ്ടതകൾ സഹിച്ചാണ് ശബരിമലയിലെത്തിയ അയ്യപ്പനെ ഒന്ന് കാണുന്നത്. അത് ജന്മസായുജ്യം പോലെ ചെയ്യുന്നതാണ് ഓരോ ഭക്തന്മാരും. അവിടെ പേക്കൂത്ത് കളിക്കാനുള്ളതല്ല. എന്തുകൊണ്ടാണ് അവിടെ സ്ത്രീകളെ പോലും കയറ്റില്ലാത്തത്? എന്തുകൊണ്ടാണ് അവിടെ മറ്റ് അനാവശ്യ കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നത്? അതൊരു ആചാരമാണ്. അപ്പോൾ അയ്യപ്പനെ കാണാനായിട്ട് എല്ലാവരും ചെല്ലുന്നത് അത്രയും ഭക്തിയോടും നിഷ്ഠയോടും കൂടിയാണ്. അവിടെ ഈ കഴിഞ്ഞ ശനിയാഴ്ച 29 പോലീസുകാർ നിരം നിന്നും 18ാം പടിയിൽ ഇരുന്നും കിടന്നും നിന്നും ഫോട്ടോഷൂട്ട് നടത്തുന്നത് നമ്മൾ കണ്ടു. ഓരോ ഭക്തജനങ്ങളുടെയും ഹൃദയത്തിൽ ഒരു കല്ല് കയറ്റിവെച്ച ഭാരം ഉണ്ടായിരിക്കും. അതിന് എനിക്കുണ്ടായി. എൻ്റെ ചങ്കിൻ്റെ അകത്ത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. കാരണം ഓരോ നടയും തൊഴുത് കയറാനായിട്ട് ഓരോ ഭക്തജനങ്ങളും പ്രാർത്ഥിച്ചാണ് ഇവിടുന്ന് ശബരിമലയ്ക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ പോലീസുകാർ ഒരു ഉന്തിന് അങ്ങ് കയറി പോകും. അതിന് പലർക്കും പറ്റാറില്ല 18 പടികളും തൊട്ട് നമസ്കരിച്ച് കയറി പോകാനായിട്ട്. എന്നാൽ അങ്ങനെയുള്ള സ്ഥലത്ത് ആ 18ാം പടിയിൽ ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് അവൻ്റെയൊക്കെ പൃഷ്ഠം വയ്ക്കാനുള്ള സ്ഥലമാണോ 18ാം പടി? ഏത് പോലീസുകാരാണെങ്കിലും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്ക് ഒരു വിലയുമില്ല എന്നുള്ള കാണിക്കുന്നത്. ഞാനൊരു ഹിന്ദുസം പറയുന്ന ഒരാളല്ല, പക്ഷെ എങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റുകയില്ല. വേറൊരു മതക്കാരുടെ ഒരു ആരാധനാലയത്തിലും കയറി ഇതുപോലത്തെ തോന്നിവാസം കാണിക്കുമോ ഈ പോലീസുകാരെങ്കിലും? താടിയുള്ള അപ്പനെ പേടിയുണ്ടെന്നുള്ള ഒരു പരിപാടിയല്ലേ ഇപ്പൊ ഈ കാണുന്നത്. ശബരിമല അത്രയും പുണ്യമായിട്ട് കരുതപ്പെടുന്ന ഒരു സ്ഥലമാണ്. മറ്റേ ഏത് അമ്പലത്തിനേക്കാളും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ വ്രതനിഷ്ഠയോടെ പോകുന്ന ശബരിമല തന്നെയാണ്. അവിടെ നിരന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ ഇവർക്ക് എങ്ങനെ തോന്നി? അവിടെ ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ കണ്ടിട്ടിരുന്നതല്ലേ അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ ഭക്തിയും അവരുടെ പാരവശ്യവും എല്ലാം കണ്ടിട്ടിരുന്നിട്ട് ഇവർക്ക് എങ്ങനെ തോന്നി ആ 18ാം പടിയിൽ കയറി നിന്ന് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട്? ഒരുത്തിന് അവൻ്റെ അത് ഇരിക്കുന്നതും കണ്ടു. എന്നിട്ട് നല്ല നടപ്പിന് വിട്ടേക്കുന്നത്രേ ശിക്ഷ. നല്ല നടപ്പിന് വിവരമില്ലാത്തത് കൊണ്ടാണോ ഈ കാണിച്ചത് നല്ല നടപ്പിന് വിടാനായിട്ട്? ഇതിന്റെ പുറകിലൊക്കെ ഓരോരോ വ്യക്തമായ ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. കാരണം എന്തും കാണിക്കാം. ശബരിമലയിൽ ഈ കാണുന്ന വ്രതനിഷ്ഠകളൊന്നും പാലിച്ചില്ലേലും ഇവിടെ ഒരു കുഴപ്പം വരില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമാണ് ഇപ്പൊ ഈ കണ്ടേക്കുന്നത്. വളരെ മോശമായി പോയി. അവരെ സസ്പെൻഡ് തന്നെ ചെയ്യണമായിരുന്നു. അവരെ ഇനി മേലിൽ അങ്ങനെ ഒരു ഡ്യൂട്ടിക്കും വിടാൻ പാടില്ല. മറ്റുള്ള മനുഷ്യരുടെ വികാരം മനസ്സിലാക്കാൻ പാടില്ലാത്തവരായിരിക്കരുത് ഒരു കാരണവശാലും പോലീസുകാർ, പ്രത്യേകിച്ചും ഭക്തിയുടെ കാര്യത്തിൽ. അവിടെ നിൽക്കുന്ന ഓരോ പോലീസുകാരും ഓരോ അയ്യപ്പനെയും ഓരോ സ്വാമിമാരെയും അയ്യപ്പനായിട്ട് തന്നെ കണ്ട് അത്രയും ബഹുമാനത്തോടു കൂടെ മാത്രമാണ് അവരെ പെരുമാറുക. 1 or 2 പേരല്ലാത്തവർ കാണുമായിരിക്കും. എങ്കിൽ പോലും അവർക്കറിയാം ആ പാവനമായ ആ ഒരു കർമ്മം നടത്തുമ്പോൾ അവര് മിക്ക പോലീസുകാരും സർവത്ര വ്രത അനുഷ്ഠാനത്തോടു കൂടി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഇവർക്ക് മാത്രം എന്താണ് ഇത്ര വലിയ പ്രത്യേകത? അവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ട് അവർക്ക് ഫോട്ടോഷൂട്ട് നടത്തണമെന്ന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് ഈ പോലീസുകാർ കാണിച്ചേക്കുന്നത്. അവർക്ക് കൊടുത്തേക്കുന്ന ശിക്ഷ വളരെയധികം കുറഞ്ഞു പോയിന്നേ പറയാൻ പറ്റുള്ളൂ. നല്ല നടപ്പിന് വിട്ട് അവർക്ക് വെളിവില്ലാത്തത് കൊണ്ടാണോ ഈ കാണിച്ചത്? എന്താണ് ശബരിമല എന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാരെയാണോ ശബരിമലയിൽ ഡ്യൂട്ടിക്ക് വിടുന്നത്? എന്താണ് അയ്യപ്പന്റെ ഓരോ മാലയിട്ട് വരുന്ന ഓരോ സ്വാമിമാരുടെയും മനസ്സും ശരീരവും ഒന്നും അറിയാൻ പാടില്ലാത്തവരെയാണോ അവിടെ ഡ്യൂട്ടിക്ക് ഇട്ടേക്കുന്നത്? അവിടെയുള്ള പോലീസുകാർ ഒരു ചീത്ത വർത്തമാനം പോലും പറയില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. എൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. അവർക്ക് കൊടുത്ത ശിക്ഷ വളരെ കുറഞ്ഞുപോയി. ഇത് ശരിക്കും പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത്, അല്ലാണ്ട് അവർക്ക് നല്ല നടപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. എന്താണ് നല്ല നടപ്പ്?
അത്രയും പരിശുദ്ധമായ ഒരു സ്ഥലത്ത് ഇത്രയും മ്ലേച്ഛമായ കാര്യം ചെയ്തവർക്ക് എന്താണ് നല്ല നടപ്പ് ചെയ്യാനായിട്ട്? അവരെ സസ്പെൻഡ് ചെയ്യണമായിരുന്നു. കാരണം ഓരോ സ്ത്രീകളും ഓരോ ഹിന്ദു സ്ത്രീകളും ഒരു 60 വയസ്സാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ അവിടെ ഒന്ന് ചെല്ലാനും സ്വാമിയെ കാണാനും. ചെറിയൊരു വീഡിയോയാണ് ഇത്, ഇത്രയും പറയണം. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കില്ലേ? അങ്ങനെ ഓരോരുത്തരും പ്രതികരിക്കണം. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാകണം. ഇനി മേലിൽ ഒരുത്തിനും ഇങ്ങനെ തോന്നരുത്, പോലീസായാലും അല്ലാതായാലും. അത്രയും പരിപാവനമായ ഒരു സ്ഥലത്ത് കയറിയിരിക്കാൻ എങ്ങനെ തോന്നി?